Assalamualaikum, welcome back to the channel Unusual Mama Life. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ചധികം ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്നറിയാം. നമ്മളൊരു ചെറിയ യാത്രയിലായിരുന്നു. എവിടേക്കാണെന്നൊക്കെ സർപ്രൈസ് ആണ്. അതിൻ്റെ വീഡിയോസ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഷാർജ അക്വേറിയത്തിലേക്കാണ്. ഓരോ കാര്യവും ഡീറ്റെയിൽ ആയി തന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളൊരു വഴിക്ക് ഇറങ്ങുമ്പോൾ A to Z കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാവും ഇറങ്ങുക. നമ്മളും പുറത്തിറങ്ങുന്ന ടൈമിൽ ഒരു സജഷന് വേണ്ടിയിട്ട് യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോൾ പല ആളുകളും ഡീറ്റെയിൽ ആയി തന്നെ കാര്യങ്ങൾ പറയാത്തത് കൊണ്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി പാർക്കിങ് അല്ലെങ്കിൽ എൻട്രി ഫീസ്. അതുകൊണ്ടാണ് വീഡിയോയിൽ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ഞാൻ എടുത്ത് പറയുന്നത്. നമ്മളവിടെ എത്തിയ പുറമേ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും പിന്നെ കുട്ടികൾക്കായുള്ള ഔട്ട്ഡോർ പ്ലേ ഏരിയാസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഷാർജ അക്വേറിയത്തിൻ്റെ ടൈമിംഗ് വരുന്നത് സാറ്റർഡേ ടു തേഴ്സ്ഡേ 8 AM to 8 PM ഫ്രൈഡേ 4 PM to 8 PM ആണ്. നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ പല ടൈമിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ടൈമിങ്ങിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. UAE ഒരുപാട് വലുതും ചെറുതുമായ അക്വേറിയംസ് ഒക്കെ ഉണ്ട് അല്ലേ? പക്ഷെ എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്നാൽ നമുക്ക് ഹോളിഡേയ്സിൽ ഫാമിലീസും ഫ്രണ്ട്സിനും കുട്ടികളൊക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എവിടെയെങ്കിലും പോകും വേണം. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണ് ഷാർജ അക്വേറിയം. ഇവിടെ എൻട്രി ഫീ വെറും 25 dirhams മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറഞ്ഞു തരാൻ വലിയ സ്കോപ്പില്ല കേട്ടോ. ശരിക്കും ഇത് കണ്ട് ആസ്വദിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവരാം. ഇപ്പോൾ ഒരുവിധം എക്സ്പെൻസീവായ അക്വേറിയത്തിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാത്തരം സീ ക്രിയേച്ചേഴ്സിനും നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. പ്രത്യേകിച്ചും സീ ഹോഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഷാർക്കിൻ്റെ പലതരം വെറൈറ്റീസ്, പിന്നെ നമ്മളെ തിരണ്ടിയൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഇവിടെ കാണാൻ പറ്റും.
എടുത്തു പറയേണ്ടത് ഇവരുടെ എൻട്രി ഫീ തന്നെയാണ്. 2 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീയും 2 മുതൽ 12 വയസ്സ് വരെയുള്ളവർക്ക് 15 ദിർഹം പെർ പേഴ്സണും, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 25 ദിർഹമാണ് അഡൽസിനും അവർ വാങ്ങുന്നത്. നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളൊക്കെയാണ് കൂട്ടിയാണ് വരുന്നതെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ചാർജസ് ആണുള്ളത്. അവർ ഓഫേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതേ ചേഞ്ച് ദെയർ ചാർജസ് ഒക്കേഷണലി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചാർജസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ആവും നിങ്ങൾ പോകുമ്പോൾ ഉണ്ടാവുക. എനിക്ക് പേര് പോലും അറിയാത്ത, ഞാൻ ഇന്നേ വരെ കാണാത്ത ഒരുപാട് ജീവികളെ എനിക്ക് കാണാൻ പറ്റി. ആനി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവന് പുറത്ത് പോയി കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനാണ് ഏറ്റവും ഇഷ്ടം. അവന് മാത്രമല്ല, അവൻ്റെ പ്രായത്തിലുള്ള ബാക്കി കുട്ടികൾക്കും കൂടെ നമുക്ക് പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലാവും. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയി തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ കമൻറ്റിലൂടെ നിങ്ങളെ അറിയിക്കുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമ്മൾ അക്കോറിയൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞ് പിന്നീട് എത്തുന്നത് ഒരു ചെറിയ ഫുഡ് കോർട്ടിലേക്കാണ്. ഒരു ചെറിയ കോഫി ഷോപ്പ് എന്നൊക്കെ പറയാം. അതിൻ്റെ ഔട്ട്സൈഡിലാണ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞത്. ഈവനിങ് ടൈമിലാണ് വരുന്നതെങ്കിൽ സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റിയ ഒരു സീ സൈഡ് തന്നെയാണ്. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഫിഷിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അക്വേറിയൊക്കെ കണ്ട് കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ താഴെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പ്ലേയിങ് ഏരിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹാനിക്ക് കളിക്കണമെന്ന് വാശി പിടിച്ചപ്പോൾ ഒരു 5 മിനിറ്റ് ഞങ്ങൾ അവിടെയൊക്കെ കളിച്ച് കഴിഞ്ഞ് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഷാർജയുടെ ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് കാണാനായിട്ട് പോയി. നമ്മൾ ഷാർജ അക്വേറിയത്തിലേക്ക് എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻട്രി കാർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഷാർജ മ്യൂസിയവും നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അവർ പണ്ട് കാലത്ത് മത്സ്യബന്ധനത്തിനായി യൂസ് ചെയ്തിരുന്ന ആയുധങ്ങൾ, പായക്കപ്പലുകൾ, പിന്നെ അവരുടെ കുറേ പേൾ ശേഖരങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ പണ്ട് ഷാർജ എങ്ങനെയായിരുന്നു, അവരുടെ കൾച്ചർ എന്തായിരുന്നു എന്ന് അവർ വളരെ നന്നായി തന്നെ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി നമ്മളെ ഈ കുട്ടി വ്ളോഗ് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സർപ്രൈസ് വീഡിയോ ആണ്. വീഡിയോസൊക്കെ നിങ്ങൾ ഫുള്ളായി കാണാൻ ശ്രമിക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം.